കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ കാറിൽ വീണ്ടും അപകടയാത്ര. കാറിന്റെ ഡോറിലിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. രണ്ടാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ സംഭവമാണിത്. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തവണയാണ് ഇപ്പോഴും ഇതേ രീതിയിലുള്ള അപകടകരമായ യാത്ര കാണുന്നത്. അതും മൂന്നാർ ഗ്യാപ് റോഡിൽ തന്നെയാണ് ഇത്തരം ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ആദ്യത്തെ സംഭവത്തിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹരിത, ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ, തമിഴ്നാട് സ്വദേശികളാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. യുവതി ഇല്ല, യുവാക്കളായിരുന്നു, മൂന്നോളം യുവാക്കളായിരുന്നു ഈ വാഹനത്തിന്റെ ഈ സൈഡിലൂടെ, അതായത് വാഹനത്തിന്റെ ഈ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് പുറകിൽ വന്ന ഒരു കാറിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഏതായാലും മോട്ടോർ വാഹന നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ രണ്ടാഴ്ചയായി ഇപ്പോൾ 3 വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടമായ രീതിയിൽ യാത്ര ചെയ്തത്. ഒരു വാഹനത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വാഹനം കോഴിക്കോട് സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നതാണ്. കോഴിക്കോട് സ്വദേശിയുടെ ഒരു വാഹനമാണ്. അദ്ദേഹത്തിനോടും ഈ മോട്ടോർ വെഹിക്കിൾ ഓഫീസിലേക്ക് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പോണ്ടിച്ചേരി രജിസ്ട്രേഷനും ഉള്ള ഈ വാഹനത്തിനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തന്നെ ഈ വാഹന വകുപ്പ് ഈ മേഖലകളിൽ ഗ്യാപ് റോഡിലടക്കം പരിശോധന ശക്തമാക്കിയ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നു, അതോടൊപ്പം തന്നെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഇതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഹന വകുപ്പ് കർശന പരിശോധന ഈ മേഖലകളിൽ നടത്തിയിരുന്നു. അന്നെല്ലാം തന്നെ വാഹനങ്ങൾ അത്തരത്തിൽ പോകുന്ന അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കെതിരെയും ബൈക്കിൽ യാത്ര ചെയ്യുന്ന അമിത വേഗത്തിൽ പോകുന്ന ബൈക്ക് യാത്രകൾക്കെല്ലാം തന്നെ ശക്തമായി തന്നെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഏതായാലും ഈ ഗ്യാപ് റോഡിന്റെ വീതി വർദ്ധിച്ചതോടെ നിലവിൽ വാഹനങ്ങൾ നിരവധി സഞ്ചാരികളാണ് ഈ മേഖലയിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ അപകടങ്ങൾ സാധ്യത ഏറുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ അപകടമായ രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വാഹനത്തിനെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ വാഹന വകുപ്പിന്റെ ഈ മേഖലയിൽ ഗ്യാപ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വാഹന വകുപ്പിന്റെ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ശരി, ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്.